ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ബാക്ക് ടു സ്കൂൾ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ എന്താ എല്ലാവരും ജൂൺ സ്കൂൾ തുറന്നിട്ടാണ് അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സൺഡേ ആണോ സൺഡേ അല്ലേ സ്കൂൾ തുറന്നത്. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോയില്ല, ഇച്ചിരി ലേറ്റ് ആയില്ലേ. അപ്പോൾ ബാഗും ബോട്ടിലും മാത്രമേ കൊണ്ടുപോയിണ്ടായിരുന്നുള്ളൂ. എനിക്ക് പിന്നെ ബാഗ് മുന്നേ തന്നെ ആയിരുന്നല്ലോ, പൗച്ച് പിന്നെ കൊണ്ടുവരണമല്ലോ, വന്നിട്ടില്ല. നമുക്കൊരു ദുബായ് പെട്ടി അൺബോക്സ് ചെയ്യാണ്ട്. അപ്പം അദ്വിക്കിൻ്റെ ബാഗും ബോട്ടിലും മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളും സ്കൂൾ പ്രിപ്പറേഷൻ്റെ വീഡിയോയും നമ്മൾ ഇന്ന് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു എന്നുള്ളത് ഓരോന്നോരോന്നായി എടുക്കണതാണോ അതോ കൊട്ട ഈ സ്റ്റീലിൻ്റെ ഒക്കെ ആകുമ്പോൾ സൗണ്ട് നന്നായിട്ട് വരും. അപ്പോൾ സ്റ്റീലിൻ്റെ സാധനങ്ങൾ അപ്പോൾ അതെന്തൊക്കെയെന്ന് നമുക്ക് കാണാം. ഓക്കെ, ആദ്യം വീട്ടിൽ വെക്കിട്ട് ഓക്കെ, ഫസ്റ്റ് നമുക്ക് വാട്ടർ ബോട്ടിൽ നിന്ന് തുടങ്ങാം. അദ്വിക്കിന് ഒരു ബ്ലൂ അവഞ്ചേഴ്സ് തീമത്തെ ഒരു വാട്ടർ ബോട്ടിലാണ്. ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനത്തെ ഒന്നും മേടിക്കാറില്ല, പിന്നെ ഫസ്റ്റ് ടൈം അല്ല. അപ്പോൾ ഇന്ന് അവിടെ ഇരുന്ന് ടാബ് കാണാം കേട്ടോ. അപ്പോൾ അപ്പോൾ ഇന്നിങ്ങനെ പോകുമ്പോൾ ഇന്ന് കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചോക്ലേറ്റും ക്രയോൺസൊക്കെ കിട്ടി. അപ്പം അതാണ് അദ്വിക്കിൻ്റെ ബോട്ടിൽ. എല്ലാ അവഞ്ചേഴ്സ് ക്യാരക്ടേഴ്സും ഉണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ ബ്ലൂ തന്നെയാണ് കേട്ടോ. എനിക്ക് സ്റ്റീലാണ് പിന്നെ ഇഷ്ടം. PGൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ മേടിച്ചത്. ഓക്കെ, നമ്മൾ സ്റ്റീലിൻ്റെ പ്ലെയിൻ കളർ കണ്ടില്ല. അപ്പോൾ എന്തായാലും അദ്വിക്കിന് ബ്ലൂ അല്ലേ, അപ്പോൾ ഞാനും കൂടെ ബ്ലൂ എടുത്തു. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ രണ്ടുപേരുടെ സാധനം. അടുത്തത് അദ്വിക്കിൻ്റെ സ്നാക്സ് ബോക്സ് ആണ്. ആരും ചോദിക്കരുത് ഇത് ഇത്ര വലുതാണെന്ന്. ഇത് വലുതാണോ ചോദിച്ചാൽ എനിക്ക് ചെറുതൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ വലുത് മേടിച്ചു തന്നെയാണല്ലോ. ഇങ്ങനെയുണ്ടോ വരുന്നത്, അത് വിളിക്ക് കാണിച്ചെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ്. ഗേൾസ് ടീമാണ് മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ ബോയ്സ് ടീമായിട്ട് ആകെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മേടിച്ചു ഗൈസ്. എനിക്ക് പിന്നെ സ്നാക്സ് ബോക്സിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, അദ്വിക്കിൻ്റെ ലഞ്ച് ബോക്സ് നമ്മൾ സ്റ്റീലാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചൂടുള്ള ചോറായാലും പിന്നെ അല്ലെങ്കിൽ എക്സ്ട്രാ പപ്പട അല്ലെങ്കിൽ പൊട്ടാറ്റോ ഫ്രൈയോ അങ്ങനെ ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് ചൂടുള്ളത് പ്ലാസ്റ്റിക്കിൽ വെച്ചാൽ അത്ര നല്ലതല്ല. അവിടെ എത്തുമ്പോഴത്തേനും കഴിക്കുന്ന അത്ര പ്ലാസ്റ്റിക്കിൻ്റെ നല്ലതല്ല. വെള്ളം കുപ്പി എന്താ ഇപ്പോൾ ഇത് ചോദിച്ചാൽ അത്ര ചൂടുള്ളതൊന്നും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞയക്കാറില്ല ഈ പ്ലാസ്റ്റിക് കുപ്പിയേക്കാൾ. അപ്പോൾ അവനിങ്ങനെ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ഉള്ള ഇങ്ങനെ ഡിസൈനല്ല അവനിഷ്ടമുള്ള രീതിയിൽ തന്നെ മേടിച്ചു കൊടുത്തു. പിന്നെ ലഞ്ച് ബോക്സ് പറഞ്ഞ സ്റ്റീലിൻ്റെ ഇങ്ങനെ ഉപ്പേരി പറഞ്ഞില്ലേ, എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വെച്ചെങ്കിൽ അത് വെക്കാനുള്ളൊരു ഇതുണ്ട്. എനിക്ക് പിന്നെ ലഞ്ച് ബോക്സ് മേടിച്ചില്ല, മുമ്പത്തെ ഉണ്ട്. പെൻസിലും പെന്നും ഇറേസർ കട്ടറൊന്നും അങ്ങനെ മേടിച്ചില്ല. ഒക്കെ നമുക്കൊരു ദുബായ് പെട്ടി അൺബോക്സിങ് അതിലുണ്ടാവും. പിന്നെ ഞങ്ങൾ മേടിച്ചത് രണ്ടുപേർക്കും 2 ഫെവിക്കോളിൻ്റെ ഗ്ലൂ ആട്ടോ. ഇത് പിന്നെ എൻ്റെ നോർമലി ഇതിൻ്റെ വലുതുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതായ കാരണം ഞാൻ ഇത് 2 എടുത്തു കിട്ടും. ആക്ച്വലി പ്രൊജക്റ്റോ അല്ല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ എനിക്കും സെയിം ക്യാമലിൻ്റെ 2 കളർ പെൻസിൽസ് മേടിച്ചു. അവനെന്താ ചെറുത് മേടിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ കാരണങ്ങളൊന്നുമില്ല. 2-ൽ 12 ഷെയ്ഡാണുള്ളത്. അപ്പോൾ അങ്ങനെ മേടിച്ചു. അദ്വിക്കിൻ്റെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഫ്രീ ആട്ടോ. അത് ഞങ്ങൾ കിട്ടിയപ്പോൾ എന്നെ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ 2 പേർക്കും ഷാർപ്പ്നർ ഫ്രീ ആണ്.
ക്യാമലിൻ്റെ ആണ്, നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ HMC ആയിരുന്നല്ലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത. ഓക്കെ, ഇനി നോട്ട്ബുക്ക് കുറേ മേടിച്ചിട്ടുണ്ട്. നോട്ട്ബുക്ക് കുറേ, അപ്പോൾ അത് വേറെ കവറിലുണ്ട്. അപ്പോൾ ഞാൻ നോട്ട്ബുക്ക് അങ്ങനെ കാണിച്ചു തരുന്നില്ല. വരയില്ലാത്ത 3 എണ്ണം, വരയുള്ളത് കുറേ എണ്ണം ഉണ്ട്, ഒരു 12 എണ്ണം അത്ര കുറേ ഉണ്ട്. അപ്പോൾ അദ്വിക്കിന് 2 ബുക്ക് മതിയല്ലോ ഉണ്ണിക്ക്, ഒരു 2 ലൈനും ഒരു 4 ലൈനും. അപ്പം അങ്ങനെയാണ് മേടിച്ചത്. പിന്നെ ഉണ്ണിയുടെ നെയിം സ്ലിപ്പ് പറഞ്ഞാൽ ബാഗും ബോട്ടിലൊക്കെ ഒരു സ്പൈഡർമാൻ അവഞ്ചേഴ്സ് തീമായ കാരണം നമ്മൾ നെയിം സ്ലിപ്പും ബാക്കി വെച്ചില്ല. നെയിം സ്ലിപ്പും നമ്മൾ സ്പൈഡർമാനാണ് എടുത്തത്. ഒരൊറ്റ ഷീറ്റ് തന്നെ വേണ്ടുള്ളൂ, കാരണം അവരുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ആകെ ഒരു 6 എണ്ണോ 5 എണ്ണോ ഉള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് പിന്നെ കുറേ ബുക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 ഷീറ്റ് മേടിച്ചു നെയിം സ്ലിപ്പ്. എനിക്ക് പ്ലെയിനാണ് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ പ്ലെയിൻ അവിടെ കുറേ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മളൊരു പേസ്റ്റൽ കളേഴ്സ് ആയിട്ടുള്ള ഇതുപോലത്തെ 3 ഷീറ്റ് മേടിച്ചു കേട്ടോ, കാരണം നോട്ടിനും ടെക്സ്റ്റിനും എല്ലാത്തിനും കൂടെ 3 എണ്ണമാണ് ഇതുപോലത്തെ പേസ്റ്റൽ മേടിച്ചത്. ഞാൻ മറ്റേ പ്ലെയിനാണ് നോക്കിയത്, ഒരു റെഡ് ഔട്ട്ലൈനൊക്കെ വെച്ചിട്ടുള്ളത്. അത് കിട്ടാത്ത കാരണം ഞാൻ കുറേ തപ്പി പിടിച്ചു, ഇതന്നെ എടുത്തു. ഇനിയിപ്പോൾ അധികം ടൈമില്ല, നാളെ മുതൽ നമ്മൾ സ്കൂൾ കണ്ടിന്യൂസ് ആയിട്ട് പോകാനുള്ളതല്ലേ. അപ്പോൾ ഇന്ന് തന്നെ ബുക്കൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കണം. പിന്നെ ഇത് അദ്വിക്കിൻ്റെ സ്ലേറ്റ് കേട്ടോ. സ്ലേറ്റ് പിന്നെ എല്ലാ കുട്ടികൾക്കും വേണ്ടൊരു. ഇതിൻ്റെ പെൻസിൽ ഞാനവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഉണ്ണി കണ്ട അപ്പം എന്നെ അവങ്ങനെ ഓരോന്ന് എഴുതേണ്ടി വരും. അപ്പം അവനൊരു സ്ലേറ്റ്. പിന്നെ ഇത് മിക്കതും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ എനിക്കൊരു പോക്കറ്റ് നോട്ടാട്ടോ അത്. ഇതിന് എത്ര 10 രൂപയുള്ളൂ. കുറച്ച് എത്ര പേജാ, അത്യാവശ്യം 44 പേജ് ഉണ്ട് ഇത്. അപ്പോൾ 10 രൂപയ്ക്ക് ഇതെനിക്ക് വേർത്താന്ന് തോന്നി. അപ്പോൾ ചെറിയ ഹോംവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോട്ട്സ് തന്നാൽ അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കാനായിട്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ ആണ്, അല്ലേ ചോദിച്ചാൽ അല്ല, അങ്ങനെ ഒരു ഇത്. പിന്നെ നമ്മൾ ടിഫിൻ പൊതിയേണ്ട 3 എണ്ണം. ഒരെണ്ണം ചേച്ചിക്കാണ് കേട്ടോ, ഒരെണ്ണം ചേച്ചിക്ക്, ഒരെണ്ണം ഉണ്ണിക്ക്, പിന്നെ എനിക്ക്. ഞാൻ ഉണ്ണിക്ക് യെല്ലോ കൊടുക്കാനും ചേച്ചിക്ക്, എനിക്കിപ്പോൾ ഈ 2 കളറിൽ ഏതെടുക്കണം എന്നാണ് ഇപ്പോൾ ഡൗട്ട്. അപ്പോൾ ഞാൻ വൈറ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചു. ചേച്ചിക്ക് ഇത് കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 ടിഫിൻ ടവൽസ്. ഇതിൽ ഒന്നിന് 10 രൂപയുള്ളൂ. അപ്പോൾ നമ്മൾ 3 എണ്ണം മേടിച്ചു. കൽപ്പകയെന്ന് എടുത്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാർപ്പ്നറും ഇറേസറും. ഇതെന്താ മേടിച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒരു ദുബായ് കിട്ടി. അപ്പോൾ അത് വരാൻ ഇച്ചിരി ലേറ്റ് ആവും, എന്നാലും ഇതെൻ്റെ ഉണ്ടായിരുന്നതാണ് ഓൾറെഡി മുമ്പത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ ഇതിനത് അൺബോക്സിങ്ങിൽ കാണിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഷാർപ്പ്നറും പെൻസിലും പെന്നൊന്നും ഇല്ലാത്തതല്ലേ, അപ്പോൾ നമ്മൾ ഇങ്ങനെ മേടിച്ചു എന്നുള്ളൂ കേട്ടോ. മേടിച്ചു എന്നല്ല, അതിൽ ഓൾറെഡി ഒന്നാമത് ദുബായിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ മുമ്പത്തെ ഉണ്ടായിരുന്നത് അങ്ങനെ വെച്ചു. പിന്നെ നമ്മൾ അദ്വിക്കിൻ്റെ ബോക്സ് ഇതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഇതിങ്ങനെ തുറന്നാൽ ഇതിൽ പോരാത്തിന് വേറൊരു കുഞ്ഞിക്കാറുണ്ട്. ആ കുഞ്ഞിക്കാർ എന്തിനാന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ സ്ലേറ്റ് പെൻസിൽസൊക്കെ ഇങ്ങനെ വെക്കാനാട്ടോ. അങ്ങനെ വെക്കാനാണ് ഇവർക്ക് ഇതങ്ങനെ സ്കൂളിൽ കൊണ്ട് ചിലപ്പോൾ ഇതിലങ്ങനെ ഇങ്ങനെ കളിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം ഇതാണ് അവൻ്റെ ബോക്സ്. എല്ലാം ബാഗായാലും അതെ, കുപ്പി ആയാലും അതെ. പിന്നെ കണ്ട എല്ലാം ഒരു ബ്ലൂ ആൻഡ് റെഡ് തീമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബോക്സ് അതല്ല കേട്ടോ. പിന്നെ പെന്ന് എൻ്റെ ഉണ്ടായിരുന്നത് കേട്ടോ, അത് എൻ്റെ ഉണ്ണി കൊണ്ടുപോയിട്ടല്ല കവറിൽ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പെന്ന് ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന മാമ വരുമ്പോൾ. പക്ഷേ ഇത് അപ്പം എൻ്റെ പെന്ന് മേടിച്ചെന്ന് ചോദിച്ചാൽ എക്സോൻ്റെ പെന്ന് എപ്പോഴും കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെ എപ്പോഴേലൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴൊക്കെയാണ് എക്സോൻ്റെ പെന്ന് ഇങ്ങനെ കിട്ടാറുള്ളൂ. അപ്പം ദുബായിൽ നിന്ന് കൊണ്ടുവരുന്നതൊക്കെ നല്ല ബ്രാൻഡ് തന്നെയാവും, പക്ഷേ എനിക്ക് എക്സോ പെന്നിനോട് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഇത് ക്ലാസ്മേറ്റിൻ്റെ
പെർമനന്റ് ബ്ലാക്ക് ഫേബർ കാസ്റ്റലിന്റെ ഒരു മാർക്കർ പെന്നാട്ടോ അത്, ബ്ലാക്ക് നെയിം സ്ലിപ്സിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ. പിന്നെ ഒരു പെന്നും കൂടെ ഉണ്ട് കേട്ടോ ഗൈസ്, ഇതും ബ്ലാക്ക് ഇങ്ക്. ഞാൻ രണ്ടും എഴുതും പക്ഷെ ബ്ലാക്ക് ഇങ്ക് എനിക്ക് നല്ല ഇഷ്ടമല്ലോ. പിന്നെ ഇത് രണ്ടുപേർക്കും 2 ബുക്ക് പൊതിയാണ് സെറ്റാം. ഞാൻ ഇതൊരു ട്രൈ ചെയ്യാത്തൊരു കളറാണിത്. ഞാൻ ഓറഞ്ച് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വെറൈറ്റിക്ക് കണ്ടപ്പോൾ നമ്മൾ മേടിച്ചു എന്നേ ഉള്ളൂ. അത് എനിക്ക് ഇതിൽ കുറേ ഉണ്ട്, ഇതിൽ അധികം ഇല്ല എന്നാലും ഉണ്ട് കേട്ടോ. ഇത് അദ്വൈക്കിനാണ് എന്നുവെച്ചാൽ എൻ്റെ ഉണ്ണിക്കാണ് ഈ വൈറ്റ്. കുറച്ച് ബുക്സ് അല്ല പൊതിയാണല്ലോ. അപ്പോൾ നമ്മൾ 2 ബുക്ക് കവറാണ് മേടിച്ചത്. അപ്പോൾ ഇത്രയും സാധനങ്ങളെ നമ്മൾ മേടിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ അദ്വൈക്കിൻ്റെ ബാഗ് ക്ലിയർ ആയി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇതാണ് അദ്വൈക്കിൻ്റെ ബാഗ്. ഓക്കെ, കണ്ടോ, ഒരു ബ്ലൂ 3 സിബ് ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ്. സ്കൂബിയുടെ ഒന്നല്ല. ബാഗിന്റെ ഫ്രണ്ടിൽ തന്നെ കണ്ടോ, സ്കൂബിന്നൊന്നും എഴുതിയിട്ടില്ലല്ലോ. സ്കൂബിയുടെ അല്ല, പക്ഷെ നല്ല ബ്രാൻഡ് കേട്ടോ. ബ്രാൻഡ് ഏതാണെന്ന് അറിയില്ല, എന്നാലും നല്ലൊരു ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനാണ് സെലക്ട് ചെയ്തത്. ഞാനും അമ്മയും കൂടിയിട്ടാണ് സെലക്ട് ചെയ്തത്. റേറ്റ് 400 സംതിങ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് അദ്വൈക്കിൻ്റെ ബാഗ്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സ്കൂൾ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ മേടിച്ച സാധനങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.